ഇത് വലിയൊരു ഗുഹ പോലെ അങ്ങ് മേള് വരെ. പക്ഷേ ഇഷ്ടം പോലെ താമസക്കാരും ഉണ്ടായിരുന്നു. പല പല ടൈപ്പ് കിളികൾ. വെള്ളം ഇവിടെ കൊണ്ട് വെള്ളം അവർ കുടിക്കുകയും ചെയ്യാം. പെട്രീഷ്യ കേട്ടു വിട്ടേക്കാം. പെട്രീഷ്യ എന്താവുമല്ലോ. പെട്രീഷ്യ അല്ലല്ലോ, പെട്രിയ. ഈ വീട് പണിയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതേ മുല്ല കയറ്റി വിട്ട് മുല്ല ഈ പരിപാടി ഇപ്പോൾ ഒരു മുല്ലക്കുടിലാക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ സാധാ പോലെ അല്ല, നമ്മുടെ നല്ല വെറൈറ്റി ഉള്ള അമ്പലം കേട്ടോ. ഹലോ, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കൃഷി സീരീസാണ്. അതിൽ കൃഷി സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെടിയായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ടോ, നമ്മുടെ ഈ വീടിൻ്റെ മുമ്പിൽ വഴി പണിത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെടിയൊക്കെ എടുത്തു. അപ്പോൾ അവിടെ വെച്ച് താമരയാണ്. ഈ താമര എടുത്ത് അവിടെ വയ്ക്കണം, വഴിയിലോട്ട് വെക്കണം. അതിനുള്ള സ്റ്റാൻഡൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. താമര വെക്കുമ്പോൾ ഞാൻ സംഭവം കാണിച്ചു തരാം. ഇത് അവിടെ നിൽക്കുന്ന ആ താമരയല്ല ഇനി ഇങ്ങോട്ട് വരാനുള്ളതാണ്. ഇത് വേറെ മാറ്റി വെക്കണോ അത് ഇങ്ങോട്ട് എടുത്ത് വെക്കണമെന്ന് ആലോചിക്കുന്നു. ഇതുണ്ട്, ഇതുപോലെ താമര പൊക്കം വെച്ച് തന്നാൽ നമ്മുടെ ഇങ്ങനത്തെ ഈ ഒട്ടിച്ച കല്ലെല്ലാം മറിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇവിടെ നേരത്തെ താമരയാണ് നിന്നുകൊണ്ടിരുന്നത്. അന്നേരം ഇപ്പം കല്ല് മറയുന്ന കാരണമാണ് നമ്മൾ ആമ്പല് വെക്കാമെന്ന് തീരുമാനിച്ചത്. ഈ വീട് പണിയുടെ ഒക്കെ സമയത്ത് തന്നെ വീണ്ടും മൂളിയാണ് കയറ് കെട്ടി സെറ്റാക്കിയ താഴെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നൈറ്റ് ഫ്ലവർ അങ്ങനെ എന്തോ ആണ് കുഞ്ഞാപ്പി പറയുന്നത്, മീനാക്ഷി പറയും. അതേ കയറ്റി വിട്ട് ഈ പരുവത്തിലായി. അപ്പം നല്ല രസമാണ്. ഇത് വലിയൊരു ഗുഹ പോലെ അങ്ങ് മേള് വരെ. പക്ഷേ ഇഷ്ടം പോലെ താമസക്കാരും ഉണ്ടായിരുന്നു. പല പല ടൈപ്പ് കിളികൾ. വെള്ളം ഇവിടെ കൊണ്ട് വെള്ളം അവർ കുടിക്കുകയും ചെയ്യാം. ഈ വീട് പണിയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതേ മുല്ല കയറ്റി വിട്ട് മുല്ല ഈ പരിപാടി ഇപ്പോൾ ഒരു മുല്ലക്കുടിലാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ റൗണ്ടിലൊരു ജെയ്ഡ് വൈൻ എന്ന് പറഞ്ഞ ചെടി നന്നായിട്ട് കീറിക്കിടപ്പുണ്ടായിരുന്നു. ഒരു ടിപ്പർ ലോറി വന്നിട്ട് ഒരു ദിവസം മണ്ണിറക്കിയത് ആ സാധനം പറഞ്ഞു. അപ്പം അതുകൊണ്ടത് മാറ്റിയിട്ട് പെട്രീഷ്യ കയറ്റി വിട്ടേക്കാം. പെട്രീഷ്യ എന്താവുമല്ലോ. പെട്രീഷ്യ അല്ലല്ലോ, പെട്രിയ. പെട്രിയ അങ്ങ് വയ്യ വരുന്നതേ ഉള്ളൂ. എപ്പോൾ എത്തുമെന്ന് ഇത് ഈ റാ കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ജെയ്ഡ് വൈൻ സൂപ്പറാണ്. പക്ഷേ ഈ ജെയ്ഡ് വൈൻ്റെ പ്രശ്നം ഒരു വർഷത്തിൽ ഒന്നേ അത് കായ്ക്കും. അത് കായ്ച്ച ഇതിലെ പോണ അന്യായ ഭംഗി. ഓറഞ്ച്, നല്ല ഓറഞ്ച് കളർ. ഒരു ജെയ്ഡ് വൈൻ്റെ കുഞ്ഞ് മേടിച്ച് അതേ ഒന്ന് കയറ്റി വിടണം ഇതിൻ്റെ ഇടയിൽ കൂടെ. കണ്ടോ, ആദ്യം നമ്മളിവിടെ താമര ഉണ്ടായിരുന്നു. പക്ഷെ താമരയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അത് കണ്ടമാനം പൊക്കത്തി വളരുന്നതുകൊണ്ട് കല്ലിൻ്റെ ഒക്കെ ഒരു ഭംഗി പോകും. അതുകൊണ്ട് ഇത്തവണ താമര മാറ്റിയിട്ട് ആമ്പലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിത് തിരുവനന്തപുരം കാട്ടാക്കടയുള്ള ഒരു ഫാമിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ആമ്പൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഫാമിൻ്റെ പേരും നമ്പറും ഞാൻ പറയാം. അതവർക്ക് നോക്കണം. നല്ല ആൾക്കാരാണ് കേട്ടോ. അതിവിടെ കണ്ടിട്ട് ഇതിനകത്ത് ഒരു മണ്ണും ഒരു 3-1 ചാണകപ്പൊടി, പിന്നെ കുറച്ച് ഈ ജൈവവളം പോലത്തെ വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പിന്നെ ഒരു പൊടിക്ക് 18 NPK 18 ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ അനുഭവത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പറഞ്ഞ കൂത്താടി അങ്ങനെ പിടിക്കത്തുമില്ല ഈ NPK ഒക്കെ വരുമ്പോൾ വളം നന്നായിട്ട് വന്നു കഴിയുമ്പോഴേ. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഈ സ്റ്റാൻഡിൽ വെച്ച് ഫിറ്റ് ചെയ്തേക്കുകയാണ്. ഇപ്പോൾ അത് റോഡിലുമല്ല, അവിടെ അല്ലാത്തപോലെ നിൽക്കുന്നത്. ഇതിനകത്താകുമ്പം ആമ്പൽ വളർന്നു കഴിയുമ്പോൾ ആമ്പലിൻ്റെ പൊസിഷൻ അവിടെ തന്നെ ആയിരിക്കും, പൊക്കം വരുന്നില്ലല്ലോ. ഈ കല്ലൊക്കെ കാണാം. ഇതാണ് വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് ആറ്റിപ്പോയി പെറുക്കിക്കൊണ്ട് വന്ന് കുറേശ്ശെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ച കല്ല. ഇത് കണ്ടോ, നമ്മൾ ആമ്പൽ വരുത്തിച്ചാണ്. അവരുടെ പേര് മിറാക്കിൾ അക്വാട്ടിക് ഗാർഡൻ. ഞാൻ യൂട്യൂബിൽ അവരൊരു വീഡിയോ കണ്ട് വിളിച്ചതാണ്. അപ്പോൾ വിനേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് എടുത്തത്. വലിയ പ്രായമൊന്നുള്ള ആളാണ്, പക്ഷെ പുള്ളി നല്ല കക്ഷി കേട്ടോ. അപ്പം ഡീറ്റെയിലൊക്കെ പറഞ്ഞു, പരിചയപ്പെട്ടു. അപ്പം ഞങ്ങൾ ഒരിക്കലും അവരുടെ ഫാം കാണാൻ പോകുന്നുണ്ട്. എന്തായാലും ഇതങ്ങ് പൊട്ടിക്കാൻ തീരുമാനിച്ച. ഇതാണ് അൺബോക്സിങ് ഓഫ് ദ ആമ്പൽസ്. അൺബോക്സിങ് ഓഫ് ദ ആമ്പൽസ്. ആഹാ ട്ടോ. എല്ലാം നമ്മുടെ സാധാ പോലെ അല്ല, നമ്മുടെ നല്ല വെറൈറ്റി ഉള്ള അമ്പലം കേട്ടോ. ഞാൻ ഇത് സെൻറ്ററിലായിട്ടൊരു കുഴി കുഴിക്കുന്നു. ഇതിനെല്ലാം ആവശ്യമായിട്ട് വെച്ച് വയ്ക്കുന്നു. ആഹാ, വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇതൊക്കെ നിവർത്തി വെക്കാം.
ഇത് വിരിഞ്ഞ് വരുമ്പോഴേ അറിയത്തുള്ളൂ ഏതൊക്കെ കളറാണെന്നല്ലേ. അത് നമ്മളത് ഓപ്റ്റ് ചെയ്തല്ലല്ലോ അയച്ചേ, അതൊരു ഇഷ്ടമുള്ളത്. നമ്മളായിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡിന്റെ പരിസരത്താണ് താമസിക്കുന്നത്. ഈ റോഡിൽ നേരെ പോയ മെഡിസിറ്റി ഹോസ്പിറ്റൽ കേട്ടോ. നമ്മുടെ റോഡ് തന്നെ വീതിയൊക്കെ കൂട്ടി കണ്ടോ, നല്ല വ്യൂ ഒക്കെ കണ്ടോ നമ്മുടെ വീടിൻ്റെ വാതക്കത്തെ. താമരയുടെ ശരിക്കും ട്യൂബർ എന്ന് പറഞ്ഞ സാധനം, താമരയുടെ തൈ വെക്കുമ്പോൾ ഈ ട്യൂബറാണ് ശരിക്കും വെക്കുന്നത്. താമര നമ്മൾ അവിടെ എല്ലാം കൂടെ വെച്ചിരിക്കുമായിരുന്നു. ഈ റോഡിൻ്റെ പണി നടന്നപ്പം ഇവിടെ ഇരുന്ന് താമര എല്ലാം കൂടെ അങ്ങോട്ട് നമ്മുടെ പറമ്പിലോട്ട് കയറ്റി വെച്ചു. അപ്പം എന്നിട്ട് ഇവിടെ എടുത്ത് ഒഴിച്ച് വെക്കുവാണ്. ഇത് താമരപ്പൂ ഒന്ന് കാണേണ്ട പോകട്ടോ, അത്രയ്ക്ക് വലിയ താമരപ്പൂ ഇതെല്ലാം ഉണ്ടാകുന്നത്. നല്ല ഭംഗിയുള്ള താമരപ്പൂ. പൂ വിരിയുമ്പം നമുക്ക് കാണിക്കാം. അങ്ങനെ നമ്മൾ താമരയും പോട്ടെ, ആമ്പലിനകത്ത് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അതെന്താണെന്ന് വെച്ചാൽ അല്ലേ ഭയങ്കരമായിട്ട് കൊതുക് വരത്തില്ല, അത് കാരണം ഗപ്പിയിട്ടാൽ പിന്നെ കൊതുക് വരത്തില്ല. ശരിക്കും വെള്ളം ഒഴുകാൻ വെച്ചിരിക്കുന്ന ഓടയാണ് കേട്ടോ, അതിൻ്റെ പൊക്കത്തിൽ കൂടെയാണ് നമ്മൾ അതല്ല ഞാൻ പറഞ്ഞ വഴി പണിതപ്പം വന്നത്. നമ്മൾ നേരത്തെ ഇവിടെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, അന്നേരം ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇതൊക്കെ റോഡ് പണി നടന്നപ്പം ഇങ്ങനെ വന്ന് ഇതിലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പൊക്കത്തിൽ കൂടെ നമ്മളിങ്ങനെ കമ്പി ഇട്ടിട്ട് ഇങ്ങനൊരു ചെറിയ പരിപാടി ഉണ്ടാക്കിയതാണ്. ഇതുണ്ട്. ഇപ്പം നമ്മളിതെല്ലാം എടുത്തിട്ട് ഏറെക്കുറെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2-3 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ സെറ്റായി വരും കേട്ടോ. ഇതിനകത്തെല്ലാം ഈ ഇലയെല്ലാം നിവർന്ന് നിന്ന് ഇതിനകത്തൊക്കെ എല്ലാത്തിനകത്തും തന്നെ അവർ തന്നു വിട്ടതിനകത്ത് മുട്ട ഉണ്ടായിരുന്നു. അതൊക്കെ വിരിഞ്ഞ് വരുമ്പം നല്ല ഭംഗിയായിരിക്കും. എല്ലാം ഓരോരോ കളറുകളും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. മഴ കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴയുടെ കണ്ടു 2 ചീറ്റിപ്പോയി. വെള്ളം 2 പാത്രം പൊട്ടിയതായിരുന്നു, കാരണം വെള്ളം നിൽക്കുന്നില്ല. ഇനി ആ പാത്രം മാറ്റി വെക്കണം. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ. അടുത്ത തവണ അടുത്ത കൃഷിയായിട്ട് വരും കേട്ടോ. അതെ ചേട്ടാ.